വരാൻ വൈകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മോക്ക് ചെറിയച്ഛനൊരു മെസ്സേജ് അയച്ചാൽ പോരായിരുന്നു. ഞാൻ വരുമായിരുന്നില്ലേ? അതുമാത്രമല്ല, വീട്ടിലാരും ടെൻഷനും അടിക്കില്ല. ഇപ്പൊ എല്ലാരും ടെൻഷനും അടിപ്പിച്ചു. മോളുടെ അച്ഛൻ ടെൻഷൻ അടിച്ച് നമുക്കും ഇരിക്കാൻ പ്രതിയില്ല. എന്തായാലും ഏട്ടന്റെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കിട്ടും. വാ. ആ ദേ വന്നല്ലോ. എന്താ മോളെ ഇത്? നിനക്ക് എന്തു പറ്റിയതാ? എന്താ ഇത്രയും താമസിച്ചെന്ന് ഞാൻ ചോദിച്ച നീ കേട്ടില്ല. എന്താ ഇത്ര ലേറ്റ് ആയെന്ന്? അച്ഛാ, അത് ഇതിനൊക്കെ ഒരു നിയമ സംവിധാനങ്ങളൊന്നും ഇല്ലേ? ഏത് സ്ഥാപനമാണെങ്കിലും ഇങ്ങനെ പിടിമുറുക്കി പിടിഞ്ഞ് ജോലി ചെയ്യിപ്പിക്കുന്നത് ശരിയാണോ? നിന്റെ കമ്പനിയുടെ പേരെന്താ? അതൊരു ഫാഷൻ ഡിസൈനിങ് കമ്പനി അച്ഛാ. അതുകൊണ്ട് ആ കമ്പനിക്ക് പേരില്ലേ? RR. എന്ത്? RR. എങ്കിൽ ആ കമ്പനിയുടെ മാനേജറുടെ ഉത്തരവാദിത്തപ്പെട്ട ആരുടെയും നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ. അച്ഛാ, രാത്രിയായില്ലേ? അവരെയൊക്കെ ഇപ്പൊ വിളിച്ച എന്താ കുഴപ്പം? എന്റെ മകളെ ഇത്രയും നേരം ജോലി ചെയ്യിപ്പിച്ചതിന്റെ ഉത്തരം എനിക്ക് കിട്ടണ്ടേ? നീ ആ നമ്പറിങ് എടുക്ക്. അച്ഛാ, ഞാൻ ലേറ്റ് ആയതിന് അവരാരും ഉത്തരവാദികളല്ല. ഞാനിവിടെ തുടക്കക്കാരിയല്ലേ. ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ കൂടുതൽ സമയം ഇരുന്നത്. പാതി രാത്രി വരെ ജോലി ചെയ്യിപ്പിക്കുന്ന കമ്പനിയിൽ നീ ഇനി പോകണ്ട. പ്രതാപ, ഒരു ജോലി കിട്ടാൻ വലിയ പ്രയാസമാ മോളെ. നാളെയും രാത്രി വരെ ഇരിക്കേണ്ടി വരുമോ? ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഒന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഇരുന്നതാ. ഇനിമേലിൽ ഞാൻ ആവർത്തിക്കില്ല. പിന്നെ അച്ഛാ, അവിടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയാതിരുന്നത്. അച്ഛാ, സാലറി അഡ്വാൻസ് ക്രെഡിറ്റ് ആയി. 1 lakh. നന്നായി. അതിൽ നിന്ന് കുറച്ച് രൂപ എടുത്തിട്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് കൊടുക്ക. ബാക്കി മോളുടെ കയ്യിൽ വെച്ചാൽ മതി. ശരി അച്ഛാ. മോള് വാ. ഇനി എന്റെ അത്യാവശ്യ കാശിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഇവളെ കറാവ പശുവാക്കാം. ഉഫ്, ഗതികെട്ട പുലി പുല്ലും തിന്നും. നീ പിന്നെ എന്തിനാടി എന്റെ മകന്റെ പിന്നാലെ വരുന്നേ? ചത്തോടെ നിനക്ക്.